ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പൊല്യൂഷൻ പാർട്ടിൽ എയർ പൊല്യൂഷൻ്റെ ഡിസ്കഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. എയർ പൊല്യൂഷൻ പാർട്ടിൽ നിന്നും സാധാരണഗതിയിൽ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് എയർ പൊല്യൂഷൻ ആൻഡ് ദി കൺട്രോൾ മെഷേഴ്സ്, ഹൗ എയർ പൊല്യൂഷൻ ക്യാൻ ബി കൺട്രോൾഡ്, ഈ ഒരു ആസ്പെക്റ്റിനെ അടിസ്ഥാനമാക്കി സാധാരണഗതിയിൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിൽ ചോദിക്കാറുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ പൊല്യൂഷനും സോയിൽ പൊല്യൂഷനുമാണ്. ജലമലിനീകരണവും മണ്ണിൻ്റെ മലിനീകരണവും ഇതെല്ലാം പ്രധാനപ്പെട്ട എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസാണ്. അപ്പോൾ എന്താണ് ഈ ജലമലിനീകരണം ഓർ വാട്ടർ പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷൻ ഈസ് ദി എസെൻഷ്യൽ എലമെൻറ്റ്. വാട്ടർ, നമ്മൾ വെള്ളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ, വെള്ളമാണ് ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിനെ സാധ്യമാക്കുന്ന ജലത്തിൻ്റെ ഒരു പ്രസൻസാണ്. വെള്ളമില്ലായെങ്കിൽ ജീവനില്ല. ഭൂമിയുടെ നമ്മൾ സർഫസ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ 71% വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. ബാക്കി പാർട്ട് മാത്രമേ ഉള്ളൂ, 29% വരുന്നുള്ളൂ കരഭൂമി, 71% വെള്ളമാണ്. ഇനി ഇങ്ങനെ വെള്ളമാണെങ്കിൽ പോലും ഫ്രഷ് വാട്ടർ നമ്മുടെ നമുക്ക് മനുഷ്യന് കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ കുടിവെള്ളം അത് വളരെ 0.003% വരുന്നുള്ളൂ. അപ്പോൾ 97% വന്നിരിക്കുന്നത്, 97% കടൽ വെള്ളമാണ്, സമുദ്രജലമാണ്, അത് കൺസംഷന് പറ്റില്ല. ബാക്കി വരുന്ന 3% തന്നെ മജോറിറ്റി, ഇപ്പം മോർ ദാൻ 2.97 അതെവിടെയാണ് വന്നിരിക്കുന്നത്? അത് നമ്മുടെ ഈ ഗ്ലേസിയേഴ്സിലും മഞ്ഞുമലകളിലുമാണ്. ഈ മനുഷ്യന് കൺസ്യൂം ചെയ്യാവുന്ന പാകത്തിലുള്ളത് 0.003% ഉള്ളൂ. നമ്മുടെ അണ്ടർഗ്രൗണ്ട് സോഴ്സസിൽ നിന്നും നദികളിൽ നിന്നുമൊക്കെ വരുന്ന വെള്ളമല്ലെങ്കിൽ നമ്മുടെ വാട്ടർ അതാണ് ജീവനെ നിലനിർത്തുന്നത്. ഇപ്പം ഒരു വാട്ടർ പൊല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, വാട്ടർ കണ്ടാമിനേറ്റഡോ ടോക്സിക്കോ ആയിക്കഴിഞ്ഞാൽ അത് ജീവൻ്റെ നിലനിൽപ്പിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. നൗ, എന്താണ് ഈ വാട്ടർ പൊല്യൂഷൻ്റെ മീനിങ്ങും ഡെഫിനിഷനും? വാട്ടർ പൊല്യൂഷൻ റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻ ഇൻ വിച്ച് പ്യുവർ വാട്ടർ ലോസസ് പ്യൂരിറ്റി. ശുദ്ധജലത്തിൻ്റെ ആ ശുദ്ധത നഷ്ടമാകുന്ന, പ്യൂരിറ്റി നഷ്ടമാകുന്ന ഒരു സ്റ്റേജാണ് പറയുന്ന വാട്ടർ പൊല്യൂഷൻ, affecting its normal properties and functions. It occurs when harmful substances like chemicals or microorganisms and contaminates a stream, river, oceans, aquifers and groundwater, degrading water quality and rendering it toxic to the environment. എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് വെള്ളത്തെ മലിനമാക്കുകയോ വിഷലിപ്തമാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതാണ് വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ ജലമലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആകാം, മാലിന്യം കലർന്നതാകാം, ടോക്സിക് ആകാം, വിഷം കലർന്ന. ടോക്സിക് എന്ന് പറഞ്ഞാൽ വിഷം കലർന്നത്, മാലിന്യം കലർന്നും വിഷം കലർന്നതുമാകാം. വാട്ടർ പൊല്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രസൻസ് ഓഫ് സം ഫോറിൻ സബ്സ്റ്റൻസസ് ഓർ impurities in water in such quantity so as to constitute a health hazard. ഇപ്പോൾ വെള്ളത്തിൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസോ ഇമ്പ്യൂരിറ്റിയോ അത് ഒരു ആരോഗ്യ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? വാട്ടർ പൊല്യൂഷനായിട്ട് മാറുന്നു. ബൈ ലോവറിംഗ് ദി വാട്ടർ ക്വാളിറ്റി ആൻഡ് മേക്കിംഗ് ഇറ്റ് അൺഫിറ്റ് ഫോർ യൂസ്. വാട്ടർ പൊല്യൂഷൻ മേക്സ് വാട്ടർ അൺഫിറ്റ് ഫോർ യൂസ്, ഹ്യൂമൻ കൺസംഷൻ, അല്ലെങ്കിൽ അത് ഇറിഗേഷന് പോലും അൺഫിറ്റായിട്ട് മാറുന്നു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ: സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ. മലിനജലവും വേസ്റ്റ് വാട്ടറും, സീവേജ് വാട്ടറും ഉണ്ട്. ഇവിടെ കനാലുകളിലൊക്കെ സീവേജ്, കനാലുകളിൽ വരുന്ന മലിനജലം. ദെൻ സീവേജ്, ഗാർബേജ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് ഓഫ് ഹൗസ് ഹോൾഡ്സ്, എല്ലാം വീടുകളിൽ നിന്നുള്ള വേസ്റ്റ്. വീടുകളിൽ നിന്ന് പലതരത്തിലും സീവേജ് ഉണ്ട്. അതുപോലെ ഗാർബേജ്, ചപ്പ് ചവറുകൾ. ലിക്വിഡ് വേസ്റ്റ് ഇതെല്ലാം വീടുകളിൽ നിന്നും, അതുപോലെ അഗ്രികൾച്ചറൽ ലാൻഡ്സ് ആൻഡ് ഫാക്ടറീസ് ആർ ഡിസ്ചാർജ് ഇൻ ടു ലേക്സ് ആൻഡ് റിവേഴ്സ്. മലിനജലം അത് തടാകങ്ങളിലേക്കും നദികളിലേക്കുമാണ് നോർമലി സാധാരണഗതിയിൽ ഒഴുക്കിവിടുന്നത്. These wastes contain harmful chemicals and toxins which make water poisonous and aquatic animals and plants. ഇപ്പം ഇങ്ങനെ
വെള്ളം പോയിസണസും ടോക്സിക് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡുമായി, ദാറ്റ് ഈസ് ഡേഞ്ചറസ് ഫോർ aquatic animals and plants. The second one is dumping. നമ്മളെന്താ സോളിഡ് വേസ്റ്റിൻ്റെ ഡംപിങ്, വാട്ടർ സോഴ്സുകളിലേക്ക് സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഡംപ് ചെയ്യുന്നു, സെക്കൻഡ് റീസൺ ആണ്. ദെൻ 3 ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് സാധാരണഗതിയിൽ വേസ്റ്റ് മുഴുവൻ തുറന്നു വിടുന്ന നദികളിലേക്കും സമുദ്രത്തിലേക്കുമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഗംഗാ നദിയൊക്കെ വളരെ ഹെവിലി പൊല്യൂട്ടഡായി മാറിയിരിക്കുന്നത്. ഓരോ വർഷവും 10,000 കോടി രൂപയാണ് ക്ലീൻ ഗംഗ പ്രോജക്റ്റ്. എത്രമാത്രം എമൗണ്ട് മുടക്കി റീസൈക്കിൾ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത വെള്ളം തിരികെ ഗംഗയിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും പല ഏരിയയിലും വെള്ളം എന്താണത് ഹെവിലി പോയിസണസ് ആണ്, കണ്ടാമിനേറ്റഡ് ആണ്. കാരണം ഗംഗയുടെ തീരത്താണ് പ്രധാനമായിട്ടും ഉത്തർപ്രദേശിലെയും ഒക്കെ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്നും വളരെ കൂടിയ തോതിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ ഒഴുകി വരുന്ന വെള്ളം നദികളിലേക്ക് വന്നു കഴിയുമ്പോൾ അതും എന്തായിട്ട് മാറുന്നു, ആ വെള്ളം മലിനമായിട്ട് മാറുന്നു. ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അത് ആസ്പെറ്റോസ്, ലെഡ്, മെർക്കുറി ആൻഡ് പെട്രോ കെമിക്കൽസ് എല്ലാം നദികളിലേക്കാണ് ഒഴുക്കി വിടുന്നത്. ദെൻ ഓയിൽ സ്പില്ലിംഗ്, പ്രധാനമായിട്ടും ഇത് സമുദ്രജലത്തിലാണ്. ഓയിൽ കണ്ടെയ്നേഴ്സിൽ അല്ലെങ്കിൽ വലിയ ഓയിൽ കൊണ്ടുപോകുന്ന വലിയ വലിയ വൻകിട കപ്പലുകളിൽ നിന്നും പലപ്പോഴും ഓയിൽ സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോകുന്നുണ്ട്, സ്പിൽ ചെയ്യുന്നു. ഓയിൽ സ്പില്ലിംഗ്, അതോടുകൂടി സമുദ്രജലം മലിനമായിട്ട് മാറുന്നു. ദെൻ ആസിഡ് റെയിൻ, ഇത് ഇൻഡസ്ട്രിയൽ സിറ്റീസിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. ആസിഡ് കലർന്ന മഴവെള്ളം താഴേക്ക് വീഴുന്നു. ഇതും ഒഴുകി നദികളിലൊക്കെ ചേർന്ന് കഴിയുമ്പോൾ ജലം പൂർണ്ണമായിട്ടും മലിനമായിട്ട് മാറുക, ആസിഡ് റെയിൻ. Then water soluble inorganic chemicals from acid, salt, compounds of toxic metals such as mercury and lead. Water soluble inorganic chemicals, ഇതെന്താണ് ജലസ്രോതസ്സുകളിലേക്ക് ഇതും ചേർന്ന് കഴിയുമ്പോൾ വെള്ളം കണ്ടാമിനേറ്റഡും അതുപോലെ പൊള്യൂട്ടഡുമായി മാറുന്നു. ദെൻ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയും താപനത്തിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പം ഗ്ലോബൽ ബോയിലിംഗ് ആണ്. ലോകം മുഴുവനും തിളയ്ക്കാൻ തുടങ്ങി, ചൂടാകൽ മാറി. അതുകൊണ്ടാണ് നമ്മൾ ഈ കേരളത്തിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇപ്പം സാധാരണഗതിയിൽ നോർമലി ലഭിക്കേണ്ട മഴയുടെ എത്രയാണ്, ഒരു 60% ഇപ്പം നമുക്ക് കിട്ടിയിട്ടില്ല, ഒരു 50% കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ജാനുവരി ഫെബ്രുവരി മാസത്തെ ചൂടാണ് ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് ലോകമെമ്പാടും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്താ? ഡ്യൂ ടു ഗ്ലോബൽ വാർമിംഗ് there is an increase in water temperature. ഇപ്പം നമ്മുടെ വാട്ടർ സ്രോതസ്സുകളിലെ സമുദ്രജലത്തിലെയും നദികളിലെയും ഒക്കെ വെള്ളത്തിൻ്റെ ഊഷ്മാവ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നു. ദാറ്റ് ഈസ് അത് ഡേഞ്ചറസ് ഫോർ അക്വാറ്റിക് ആനിമൽസ് ആൻഡ് വാട്ടർ പ്ലാന്റ്സ്. ദെൻ യൂട്രോഫിക്കേഷൻ ഈസ് an increased level of nutrients in water bodies. ഇപ്പം നോർമലി വെള്ളത്തിൽ കാണാവുന്നതിനേക്കാളും കൂടിയ അളവിൽ ന്യൂട്രിയൻസ് കളർന്നു കഴിഞ്ഞാൽ അതും വാട്ടർ ആനിമൽസിനും ഫിഷസിനും ഒക്കെ അത് ഹാംഫുൾ ആണ്. ഇങ്ങനെ ഒരളവിൽ കൂടുതൽ ന്യൂട്രിയൻസ് വെള്ളത്തിൽ കളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പായൽ, ആൽഗെ ഫോർമേഷൻ, പായൽ, ഇതിൻ്റെ ഉപരിതലം മുഴുവൻ പച്ച നിറത്തിൽ പായൽ കവറപ്പ് ആകുന്നു. അതോടുകൂടി വാട്ടറിൻ്റെ ഓക്സിജൻ കണ്ടന്റ് കുറഞ്ഞു വരുന്നു. ഓക്സിജൻ്റെ അളവ് കുറയുന്നതോടുകൂടി മത്സ്യങ്ങൾക്കും മറ്റേ അക്വാറ്റിക് ആനിമൽസിൻ്റെ ഒക്കെ ലൈഫ് അത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് നമ്മളത് യൂട്രോഫിക്കേഷൻ. ദെൻ ഇറ്റ് ഓൾസോ ഡിപ്ലീസ് ദി ഓക്സിജൻ ഇൻ വാട്ടർ. യൂട്രോഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട എഫക്റ്റ് എന്താ? യൂട്രോഫിക്കേഷൻ ഡിപ്ലീസ് ദി ഓക്സിജൻ ലെവൽ ഇൻ വാട്ടർ. വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരുന്നു. ഈ 8 കാരണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് വാട്ടർ പൊല്യൂഷൻ പറയുന്നത്. ദെൻ ഇഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഇഫക്ട്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് കോസസ് ഡിസീസസ് ടു ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ് ആൻഡ് വാട്ടർ ഫിഷസും മറ്റ് വാട്ടർ ആനിമൽസിനും ഒക്കെ ഇത് രോഗങ്ങൾക്ക് കാരണമാകുന്നു. നമ്മൾ മനുഷ്യൻ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളുടെ എല്ലാം കാരണം കണ്ടാമിനേറ്റഡ് വാട്ടറാണ്, പൊല്യൂട്ടഡ് വാട്ടറാണ്. ഇറ്റ് കോസസ് ടൈഫോയിഡ്, കോളറ, ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം, വേരിയസ് അതർ ഡിസീസസ്. പല രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ഡയറിയ. ഇതെല്ലാം എന്താണ്? ടൈഫോയിഡ്. ഇതിൻ്റെ എല്ലാം മെയിൻ റീസൺ പോയിസണസ് വാട്ടറും അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടറാണ്, പൊല്യൂട്ടഡ് വാട്ടറാണ്. സെക്കൻഡ്ലി, ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം.
നമ്മുടെ ആവാസ വ്യവസ്ഥയെ ഇത് പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു. Ecosystems are extremely dynamic and respond to even small changes in the environment. Water pollution can cause an entire ecosystem to collapse. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുന്നതിന് വാട്ടർ പൊല്യൂഷൻ കാരണമാകും. ഈ വിറ്റ് ഫെൽറ്റ് അൺചെക്ക് ദെൻ യൂട്രോഫിക്കേഷൻ വീണ്ടും അതിൻ്റെ എഫക്റ്റായിട്ട് പറയുന്നതാണത്. വെള്ളത്തിലെ കെമിക്കൽസിൻ്റെ ഒരു കൂടിയ അറിവ് വന്നു കഴിയുമ്പം പായലിൻ്റെ വളർച്ചയെ അത് സഹായിക്കും, അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കും. അതോടുകൂടി ഓക്സിജൻ്റെ അളവ് കുറയും. ഇത് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ നമ്മുടെ മത്സ്യങ്ങൾക്കും മറ്റ് വാട്ടർ ആനിമൽസിൻ്റെയും ലൈഫ് ബുദ്ധിമുട്ടാക്കി മാറ്റുന്നു. നമ്മളവിടെ പ്രധാനമായിട്ടും എന്താ, റെഡ്യൂസസ് ദി കണ്ടന്റ് ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ. ഈ ഒരു പ്രതിഭാസം സാധാരണയായിട്ട് ഫേസ് ചെയ്യുന്ന എന്താ, ഒരു സ്റ്റാറ്റിക് വാട്ടറിലാണ്, നമ്മുടെ തടാകങ്ങളിലെയും അതുപോലെ കായലിലുമൊക്കെയാണ് ഇത് ഫേസ് ചെയ്യുന്നത്. റണ്ണിങ് വാട്ടർ ആണെങ്കിൽ ഈ യൂട്രോഫിക്കേഷൻ്റെ ഇത്രയും പ്രശ്നം ഉണ്ടാകാറില്ല. ദി ഇഫക്ട്സ് ഓഫ് ദി ഫുഡ് ചെയിൻ. Disruption in food chain happens when toxins and pollutants in the water are consumed by aquatic animals. ഈ അക്വാറ്റിക് ആനിമൽസ് അല്ലെങ്കിൽ മത്സ്യങ്ങളും സെൽഫിഷും ഒക്കെ ഇങ്ങനെ വിഷം കലർന്ന വാട്ടറും മറ്റ് ഫുഡ് ഐറ്റംസും ഒക്കെ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ ഇവ തന്നെയാണ് വീണ്ടും മനുഷ്യർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഒരു ഫുഡ് ചെയിൻ മൊത്തമായിട്ടും ടോക്സിക് ആക്കി മാറ്റുന്നു. ഈ 4 പോയിന്റുകൾ പ്രധാനമായിട്ട് നമ്മളെന്താ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആയിട്ടാണ് പഠിക്കാറ്. ഇനി ഹൗ ഇറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ്, അല്ലെങ്കിൽ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഒന്നാമതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ്. നമ്മുടെ മലിനജലം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ ട്രീറ്റ് ചെയ്ത് അതിനുശേഷം ഈ ഒരു യൂസബിൾ കൺസംഷന് വേണ്ടിയല്ല, അഗ്രികൾച്ചർ യൂസേജിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസേജിന് വേണ്ടുന്ന ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ്. Then use environmentally friendly products. Environment friendly ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. ഇപ്പം നമ്മുടെ എൻവയോൺമെൻറ്റിന് കുറഞ്ഞ രീതിയിൽ മാത്രം ദോഷം ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. Then keep out oils, fat or grease from the sink. ഇപ്പം നമ്മുടെ ഓയിലും ഫാറ്റും ഗ്രീസും ഒക്കെ വാട്ടർ സോഴ്സസിലേക്ക് അടിഞ്ഞുകൂടുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുക. നമ്മുടെ കുക്കിംഗ് ഓയിലൊക്കെ ആണെങ്കിൽ എന്താണ്, നമ്മുടെ ഈ കിച്ചൺ സിങ്കിലേക്ക് ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് അത് വീണ്ടും നമ്മുടെ വാട്ടർ സോഴ്സസിലേക്ക് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അബ്സ്റ്റെയിൻ ഫ്രം ഫ്ലഷിംഗ് കണ്ടാമിനേറ്റഡ് ലിക്വിഡ് പിൽസ്, ഡ്രഗ്സ് ഓർ മെഡിക്കേഷൻസ് ഡൗൺ ദി ഡ്രെയിൻ. സാധാരണ ഇതിൽ നമ്മളെല്ലാം ചെയ്യുന്ന എന്താണ്, കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ഡ്രഗ്സും പിൽസും മെഡിക്കേഷൻസും സാധാരണയായിട്ട് ചെയ്യുന്ന എന്താ, ഇതെല്ലാം സാധാരണ നമ്മളെന്താ വെള്ളത്തിലേക്ക് ഒഴിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇത് അവോയ്ഡ് ചെയ്യണം. ഡെസിസ് ഫ്രം യൂസിങ് ടോയ്ലറ്റ് ആസ് എ ബിൻ. സാധാരണഗതിയിൽ വാട്ടർ സോലുബിൾ ആയിരിക്കുന്ന എല്ലാ സബ്സ്റ്റൻസിനെ ആളുകൾ എന്താ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു. ഇതൊരു ഡംപിങ് ബിന്നായിട്ട് പലപ്പോഴും ടോയ്ലറ്റിനെ കണക്കാറുണ്ട്. ആ രീതിയിൽ അതൊരിക്കലും ചെയ്യരുത്. ഡെസിസ് ഫ്രം യൂസിങ് ദി ടോയ്ലറ്റ് ആസ് എ ബിൻ, ഒരു വേസ്റ്റ് ബിൻ പോലെ ഇതിനെ കണക്കാക്കരുത്. റെഡ്യൂസ് ദി യൂസ് ഓഫ് ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഇതെല്ലാം എന്താ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നമ്മൾ കളനാശിനികളുടെയും കീടനാശിനികളുടെയും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയും ഉപയോഗം പരമാവധി കുറച്ചു കൊണ്ടുവരിക. ഇവയെല്ലാം നിയർ ബൈ വാട്ടർ സോഴ്സസിനെയും ഗ്രൗണ്ട് വാട്ടർ സോഴ്സസിനെയും കണ്ടാമിനേറ്റഡും പൊല്യൂട്ടഡും ആക്കി മാറ്റും. സോ റെഡ്യൂസ് ദി യൂസ് ഓഫ് ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അവോയ്ഡ് ഡയറക്റ്റ് ഡംപിങ് ഇൻ ടു വാട്ടർ സിസ്റ്റംസ്. ഏതെങ്കിലും തരത്തിലുള്ള റബ്ബിഷോ ഗാബേജോ ഒക്കെ വെള്ളത്തിലെ വാട്ടർ സിസ്റ്റത്തിലേക്ക് ഡംപ് ചെയ്യുന്ന ഒഴിവാക്കുക. നമ്മൾ നദികളിലോ തടാകങ്ങളിലോ ഒക്കെ ഇതുകൊണ്ട് ഇടരുത്. ദെൻ ഇൻസിസ്റ്റ് ഓൺ യൂസിങ് എൻവയോൺമെന്റലി സേഫ് പ്രോഡക്ട്സ്. നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടും അല്ലെങ്കിൽ എൻവയോൺമെന്റലി സേഫ് ആയിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ദെൻ പ്രാക്ടീസ് ട്രീ പ്ലാന്റിങ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രിവെൻറ്റീവ് മെത്തേഡാണ്. കഴിയുന്നിടത്തോളം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക. വനവൽക്കരണം, നമ്മൾ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കും. കാരണം എന്താ, പ്രധാനമായിട്ടും വൃക്ഷങ്ങളാണ് കാർബൺ ഡയോക്സൈഡിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു. നമ്മുടെ അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ പ്രസൻസ് കൂട്ടാൻ എത്രയധികം വൃക്ഷങ്ങളുണ്ടോ അത്രയും അത് സഹായകമായിട്ട് മാറുന്നു. ഓസോൺ ലെയർ ഡിപ്ലീഷനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് എന്താ, നമ്മൾ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പ്രാക്ടീസ് ഓഫ് ട്രീ പ്ലാന്റിങ്.
സപ്പോർട്ട് ഗ്രീൻ ഓറിയന്റഡ് കമ്പനീസ്. ഈ ഗ്രീൻ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കുന്ന കമ്പനികളെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ആ പ്രോഡക്റ്റുകൾ വാങ്ങുക. ദെൻ സ്കിപ്പ് ദി യൂസ് ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറച്ചു കൊണ്ടുവരിക. ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മുടെ ലോകത്തിന്റെ അവസാനം ഒരുപക്ഷെ പ്ലാസ്റ്റിക് കാരണമാകും. കാരണം ഈ പ്ലാസ്റ്റിക് ഒരിക്കൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫോം മാറുന്നതല്ലാതെ അതൊരിക്കലും ഇല്ലാതാവുന്നില്ല. ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടി പോയി സമുദ്രജലത്തിൽ അടിഞ്ഞു കഴിഞ്ഞ് നമ്മുടെ സമുദ്രജലത്തിന്റെ നിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ, ഒരു 10 അടി ഉയർന്നു കഴിഞ്ഞാൽ തീർന്നേ ഉള്ളൂ ലോകത്തിന്റെ അവസ്ഥ. എന്താ, അതുകൊണ്ട് നമ്മളെന്താ പരമാവധി കഴിയുന്നിടത്തോളം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. ദെൻ പ്രാക്ടീസ് ഓർഗാനിക് ഫാമിംഗ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ ഉപയോഗം പരമാവധി കുറച്ച് ഓർഗാനിക് ഫാമിംഗ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെന്താ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും അതുപോലെ ഓർഗാനിക് പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിക്കുക. പരമാവധി ഓർഗാനിക് മാനുവർ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെയും പെസ്റ്റിസൈഡ്സിന്റെയും ഹെർബിസൈഡ്സിന്റെയും ഒക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കാതെ പ്രാക്ടീസ് ഓർഗാനിക് ഫാമിംഗ്. ദെൻ പൊല്യൂഷൻ കൺട്രോൾ ലോസ്. നമ്മളെന്താ മാലിന്യം പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയുള്ള ഒരു നിയമങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കാൻ ശ്രമിക്കുക. പൊല്യൂഷൻ കൺട്രോൾ ലോസ് പരമാവധി അത് കൃത്യമായിട്ട് സ്ട്രിക്ട്ലി എൻഫോഴ്സ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ വാട്ടർ പൊല്യൂഷനിൽ നിന്ന് ഓർമ്മിച്ചിരിക്കേണ്ടത്. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുന്ന സോയിൽ പൊല്യൂഷൻ. നമ്മൾ ഈ പാർട്ടിൽ നിന്നും പ്രധാനമായിട്ടും എന്താ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഈ 4 പോയിന്റുകളാണ് പൊല്യൂഷൻ പാർട്ടിൽ നിന്നും ഒരു എക്സാമിനേഷൻ പോയിന്റിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കവറപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്തായാലും സോയിൽ പൊല്യൂഷൻ. അപ്പം ഇതിൻ്റെ ഡെഫിനിഷനും മീനിങ്ങും ഒന്ന് നോക്കാം. സോയിൽ പൊല്യൂഷൻ റെഫേഴ്സ് ടു ദി മിക്സിംഗ് ഓഫ് ഹ്യൂമൻ മെയ്ഡ് കെമിക്കൽസ് അല്ലെങ്കിൽ മാൻ മെയ്ഡ് കെമിക്കൽസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻ ടു നാച്ചുറൽ സോയിൽ. നമ്മൾ മണ്ണിലേക്ക് മനുഷ്യനിർമ്മിതമായ കെമിക്കൽസ് നേരിട്ടോ അല്ലാതെയോ കലർത്തുന്നതിനെയാണ് നമ്മൾ സോയിൽ പൊല്യൂഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. വിച്ച് കോസസ് ലാൻഡ് ഡിഗ്രഡേഷൻ ആൻഡ് മേക്സ് ഇറ്റ് അൺഫിറ്റ് ഫോർ ക്രോപ്പിംഗ്. എന്താണിത്? കൂടിയ അളവിൽ മാൻമെയ്ഡ് കെമിക്കൽസ് നേരിട്ടോ അല്ലാതെയോ മണ്ണിലേക്ക് കലർത്തപ്പെട്ട് കഴിയുമ്പോൾ ലാൻഡിന്റെ ക്വാളിറ്റി കുറച്ചു കൊണ്ടുവരികയും അത് ക്രോപ്പിങ്ങിന് കൃഷിക്ക് അൺഫിറ്റായി മാറുകയും ചെയ്യുന്നു. Then it is the introduction of substances, biological organisms or energy into the soil, resulting in a change in the soil quality. മണ്ണിന്റെ ക്വാളിറ്റിയെ ഘടന ചെയ്ത് വിഘടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. Soil pollution is defined as the presence of toxic chemicals, വിഷമയമായ chemicals, pollutants or contaminants in soil in high enough concentrations to pose a risk to human health and or the ecosystem. ഡെഫിനിഷൻ ആയിട്ട് ഓർത്തിരിക്കുക. ദെൻ കോസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡയറക്റ്റ് കോസസ്, നേരിട്ടുള്ള കാരണങ്ങൾ. ഡയറക്റ്റ് കോസസ് ഇൻക്ലൂഡ് പുവർ വേസ്റ്റ് മാനേജ്മെന്റ്. ഡയറക്റ്റ് കോസിലെ ഏറ്റവും നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ പുവറാണ്, ക്വാളിറ്റി കുറഞ്ഞതാണ്, സബ്സ്റ്റാൻഡേർഡ് ആണ്. സോ വേസ്റ്റ് ആർ അൺവാണ്ടഡ് ആൻഡ് യൂസ്ലെസ് സബ്സ്റ്റൻസസ് റിസൾട്ടിംഗ് ഫ്രം ഡിഫറെന്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. These waste can be solid waste or liquid waste. നമ്മളെന്താ വേസ്റ്റ് സോളിഡും ലിക്വിഡും ആകാം. One is solid waste. Unwanted or discarded solid substances are called solid waste. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിയുന്നതായ സോളിഡ് സബ്സ്റ്റൻസ് എന്താണ്? സോളിഡ് വേസ്റ്റ് ആയിട്ട് കണക്കാക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് സിവേജ്, സ്ലഡ്ജ്. നമ്മളെന്താ ഈ മാലിന്യത്തിൽ മലിനജലത്തിൽ വരുന്ന ചെളി, സിവേജ്, സ്ലഡ്ജ്. Then domestic and municipal solid waste, industrial solid waste and agricultural solid waste. ഇത് ഖരമാലിന്യം. ഇതെങ്ങനെയാണ് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത്? ഖരമാലിന്യ നിർമ്മാർജ്ജനം. രണ്ടാമത് ലിക്വിഡ് വേസ്റ്റ് ആണ്. ഇത് ലിക്വിഡ് ആയിട്ടുള്ളത്, ലിക്വിഡ് വേസ്റ്റ് ഫ്രം പോയിന്റ് സോഴ്സസ് such as domestic and industrial waste waters. ഇത് നമ്മുടെ ഭവനങ്ങളിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വേസ്റ്റ് വാട്ടറാണ് ലിക്വിഡ് വേസ്റ്റ്. നോട്ട് ഓൺലി കോസ് വാട്ടർ പൊല്യൂഷൻ ബട്ട് സോയിൽ പൊല്യൂഷൻ ടു. മലിനജലം അത് നമ്മൾ തള്ളിക്കളഞ്ഞാൽ ദാറ്റ് ഓൾസോ കോസസ് സോയിൽ പൊല്യൂഷൻ. മലിനജലം ഭൂമിയിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് കലർന്നു കഴിയുമ്പോൾ ദാറ്റ് കോസസ് സോയിൽ പൊല്യൂഷൻ. സോ ലിക്വിഡ് വേസ്റ്റ് കോസസ് സോയിൽ പൊല്യൂഷൻ.
ദെൻ ആപ്ലിക്കേഷൻ ഓഫ് അഗ്രോകെമിക്കൽസ്, നമ്മുടെ കൃഷിക്ക് ഉള്ള കെമിക്കൽസിൻ്റെ ഒരു ഉപയോഗം, ആപ്ലിക്കേഷൻ ഓഫ് അഗ്രോകെമിക്കൽസ്. A variety of agrochemicals such as pesticides, insecticides, then again fertilizers are utilized in modern day agriculture practices for more and more yields. നമ്മളെന്താ വിളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വളരെ കൂടിയ തോതിൽ കൃഷിയിടങ്ങളിൽ നമ്മളെന്താണ് കീടനാശിനികളും കളനാശിനികളും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഒക്കെ കൂടിയ തോതിൽ വളരെ ലാർജ് സ്കെയിലായിട്ട് ഉപയോഗിക്കുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? വിളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. Then pesticides are used to control pests, whereas insecticides, then weedicides are used to control insect and unwanted plants. പഴയ കാലത്തൊക്കെ ഈ കളകൾ നമ്മൾ ലേബർ ഉപയോഗിച്ച് പറിച്ചു കളയുക ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുന്നു. വീഡിസൈഡ്സ് ഉണ്ട്, ഹെർബിസൈഡ്സ്, വീഡിസൈഡ്സ് ഉപയോഗിക്കുന്നു. ഇതെല്ലാം കെമിക്കൽ ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത കളകളെ വരെ നശിപ്പിച്ച് കളയുക ചെയ്യുന്നത്. ഇതെല്ലാം ഇത് മണ്ണിൻ്റെ ഘടനയെ തന്നെ ഇത് ബാധിക്കുന്നു. Then fertilizers are used for increasing agricultural production. These chemicals are not degraded quickly. Excessive use of these agrochemicals makes soil polluted. നമ്മളെന്താ എക്സസീവായിട്ട് കൂടിയ തോതിൽ അഗ്രോ കെമിക്കൽസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു. Their concentration affect life and health of man. ഇതിൻ്റെ ഇത് കൂടിയ അളവിൽ മണ്ണിൽ കലർന്നു കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ജീവനെ തന്നെയും അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യാം. Then faulty sanitation practices. നമ്മളെന്താ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട സാനിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രാക്ടീസസ് ഉണ്ട്. Sanitation means the whole field of controlling the environment with a view to prevent disease and promote health. നമുക്കെന്താ ആരോഗ്യം പ്രൊമോഷന് വേണ്ടിയിട്ടാണ് സാനിറ്റേഷൻ സ്കീംസ്. സാനിറ്റേഷൻ സ്കീംസ് അത് ഒരു ഹെൽത്തി പ്രാക്ടീസ് ആയിരിക്കണം. നമ്മുടെ ഫോൾട്ടി അല്ലെങ്കിൽ അൺഹെൽത്തി സാനിറ്റേഷൻ പ്രാക്ടീസസ് ദാറ്റ് ഓൾസോ കോസ് സോയിൽ പൊല്യൂഷൻ. Then faulty methods of sanitation causes soil or land pollution. Then the fourth one is salination due to irrigation and flood. Salination, മണ്ണിൽ ധാതു ലവണങ്ങളുടെ അളവ് കൂടുന്നു. നമ്മൾ ഈ സാധാരണ കൃഷിക്കാരൊക്കെ കുമ്മായം കൊണ്ടുപോയി വിതറുന്നത് കാണാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ധാതു ലവണങ്ങളുടെ അളവ് കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം മണ്ണിലെ ലവണാംശം വർദ്ധിക്കുന്നത് അഗ്രികൾച്ചറൽ ഫ്ലഡ്, വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ജലസേചനം ഇതിന് കാരണമായിട്ട് മാറാം. ഇറിഗേഷൻ വാട്ടർ contains dissolved salts, and in dry climates much of the water in the saline solution evaporate, leaving its salt. നമ്മൾ ജലസേചനത്തിന് വേണ്ടി ഡാമുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ധാതു ലവണങ്ങൾ മണ്ണിൽ കലരാൻ കാരണമാകുന്നു. such as sodium chloride in the topsoil. The accumulation of these salt is called salination, which can stunt plant growth. ഇത് സസ്യങ്ങളുടെ വളർച്ച ഇത് തടയാം, അല്ലെങ്കിൽ അതൊരു മുരടിപ്പിന് കാരണമാകാം. ലോവർ yields and eventually kill the crop and render the land useless for agriculture. Then അഞ്ചാമത്തെ പോയിന്റ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്. മണ്ണൊലിപ്പും ഒരു സോയിൽ പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട കാരണം. മേൽമണ്ണ് ഒലിച്ചു പോയി കഴിയുമ്പോൾ ഇറോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് വളക്കൂറ് നഷ്ടമാകാൻ കാരണമാകുന്നു, സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു. Soil erosion is the movement of surface topsoil from one place to another. While erosion is a natural process, ഇത് പ്രകൃതിദത്തമായ ഒരു പ്രോസസ്സാണ്. Often caused by wind and flowing water, it's greatly accelerated human activities such as farming, construction. ഇത് പ്രകൃതിദത്തമായ ഒരു പ്രതിഭാസമാണെങ്കിലും മനുഷ്യൻ്റെ പ്രവർത്തികൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടുന്നു. ഇതിൻ്റെ ഒരു സ്കെയിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്പീഡും കൂട്ടാൻ കാരണമാകുന്നു. കൺസ്ട്രക്ഷൻ വർക്കും ഓവർ ഗ്രേസിംഗ് ബൈ ലൈഫ് സ്റ്റോക്ക്, ബേണിംഗ് ഓഫ് ഗ്രാസ് കവർ ആൻഡ് ഡീഫോറസ്റ്റേഷൻ, ഇതെല്ലാം സോയിൽ ഇറോഷൻ്റെ വ്യാപ്തിയെയും അതുപോലെ സ്പീഡ് അളവിനെയും ഇത് കൂട്ടാൻ കാരണമാകുന്നു. ദെൻ ഇത് ഈ പറഞ്ഞിരിക്കുന്ന 5 പോയിന്റുകൾ ഡയറക്റ്റ് കോസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് കോസസ്. ഒന്ന് ആസിഡ് റെയിൻ. സോയിൽ പൊല്യൂഷൻ ഈസ് കോസ്ഡ് വെൻ ആസിഡ് റെയിൻ ഫോൾസ് on their surface, leaving compounds of water and soil are damaged. നഗരപ്രദേശങ്ങളിലൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ആസിഡ് റെയിൻ. ഇപ്പം എന്താ ഒരു ദീർഘകാലത്തെ വേനലിന് ശേഷം ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളത്തിൽ ആസിഡിൻ്റെ അംശം കാണും. ഇത് മണ്ണിലേക്ക്
ഒലിച്ചിറങ്ങി കഴിയുമ്പോൾ അത് സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു. ആസിഡ് റെയിൻ, ദെൻ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, മണ്ണിലെ പ്രസൻസ് ആണ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് റിസൾട്ടിങ് ഫ്രം explosions of nuclear devices, nuclear dust and radioactive waste penetrate the soil, creating soil pollution. Then effects of soil pollution, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇഫക്ട്സ് എന്തൊക്കെയാണ്? ഒന്ന് ഇൻഫീരിയർ ക്രോപ്പ് ക്വാളിറ്റി, നമ്മുടെ വിളവിൻ്റെ ക്വാളിറ്റി ഇത് കുറയ്ക്കാൻ കാരണമാകും. സോയിൽ പൊല്യൂഷൻ ക്യാൻ റിഡ്യൂസ് ദി ക്വാളിറ്റി ഓഫ് ക്രോപ്പ്. നമ്മുടെ ആഹാരം സാധനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്താണെങ്കിലും വിളവിൻ്റെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറച്ചുകൊണ്ട് വരാൻ സോയിൽ പൊല്യൂഷൻ കാരണമാകുന്നു. ദെൻ സെക്കൻഡ്ലി ഹാംഫുൾ ഇഫക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ലൈഫിനെയും ഇത് വളരെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. സോയിൽ പൊല്യൂഷൻ ഈസ് എ ത്രെറ്റ് ടു ഹെൽത്ത് ഓഫ് ഓൾ ലിവിങ് സ്പീഷീസ്. ലിവിങ്, വർക്കിംഗ് ഓർ പ്ലേയിങ് ഇൻ ദി കണ്ടാമിനേറ്റഡ് സോയിൽ ക്യാൻ ലീഡ് ടു റെസ്പിറേറ്ററി ഡിസീസസ്, സ്കിൻ ഡിസീസസ് ആൻഡ് അതർ ഡിസീസസ്. പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു സോയിൽ പൊല്യൂഷൻ. ദെൻ വാട്ടർ സോഴ്സ് കണ്ടാമിനേഷൻ, നമ്മുടെ മണ്ണ് മലിനമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളെ മലിനമാക്കും. സോ സോയിൽ പൊല്യൂഷൻ കോസസ് contamination of water sources. The surface runoff after raining will carry the polluted soil and enter into the different water sources. It causes underground water contamination, thereby causing water pollution. So soil pollution causes water pollution. Again, water pollution causes soil pollution. രണ്ടുമുണ്ട്. The negative impact on ecosystem and biodiversity. നമ്മുടെ എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയെയും അതുപോലെ ബയോഡൈവേഴ്സിറ്റിയും ഇത് വളരെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നു. സോയിൽ പൊല്യൂഷൻ ക്യാൻ കോസ് ആൻ ഇംബാലൻസ് ഓഫ് ദി എക്കോസിസ്റ്റം ഓഫ് ദി സോയിൽ. Soil pollution can negatively impact the lives of living organisms and can result in gradual death of many organisms. പല ഓർഗനിസംസിൻ്റെയും വളരെ സാവധാനത്തിൽ അത് ഇല്ലാതാകുന്നതിന് കാരണമാകുന്നു. നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഹൗ സോയിൽ പൊല്യൂഷൻ ക്യാൻ ബി കൺട്രോൾ മെഷേഴ്സ്. ഒന്ന്, റെഡ്യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ് യൂസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺട്രോൾ മെഷറാണ്. കഴിയുന്നിടത്തോളം കെമിക്കൽ ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും ഉപയോഗിക്കാതിരിക്കുക. അപ്ലൈയിങ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ് ക്യാൻ റെഡ്യൂസ് ദി യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പം പരമാവധി ബയോ ഫെർട്ടിലൈസേഴ്സും മാനുവേഴ്സും മാത്രം ഉപയോഗിക്കുക. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയും പെസ്റ്റിസൈഡ്സിൻ്റെയും ഒക്കെ ഉപയോഗം പരമാവധി കുറച്ചു കൊണ്ടുവരിക. രണ്ടാമത്, റീയൂസിങ് ഓഫ് മെറ്റീരിയൽസ്. കഴിവുള്ളിടത്തോളം റീയൂസ് ചെയ്യുക. നമ്മളെന്താ, ഗ്ലാസ് കണ്ടെയ്നേഴ്സും പ്ലാസ്റ്റിക് ബാഗ്സും പേപ്പർ, ക്ലോത്ത് എക്സെട്ര ക്യാൻ ബി റീയൂസ്. ഡൊമസ്റ്റിക് ലെവൽസ്, നമ്മുടെ വീടുകളിലും അതുപോലെ മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും കഴിയുന്നിടത്തോളം വീണ്ടും റീയൂസ് ചെയ്യുക ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ദെൻ റീസൈക്ലിംഗ് ആൻഡ് റിക്കവറി ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് സച്ച് ആസ് പേപ്പർ, സം കൈൻഡ്സ് ഓഫ് പ്ലാസ്റ്റിക്സ് ആൻഡ് ഗ്ലാസ് ക്യാൻ ബി റീസൈക്കിൾഡ്. ഫോർ എക്സാമ്പിൾ, റിക്കവറി ഓഫ് 1 ton ഓഫ് പേപ്പർ ക്യാൻ സേവ് 17 trees. നമ്മൾ 1 ton പേപ്പർ അത് റീസൈക്കിളിന് വിധേയമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ 17ഓളം വൃക്ഷങ്ങളെ സേവ് ചെയ്യാൻ സാധിക്കും. ദെൻ റീഫോറസ്റ്റേഷൻ. അഫോറസ്റ്റേഷൻ അല്ല, വനവൽക്കരണം. കഴിയുന്നിടത്തോളം വൃക്ഷങ്ങൾ പ്ലാന്റ് ചെയ്യുക. എവറി ഇൻഡിവിജ്വൽ ഓൺ എർത്ത് ഷുഡ് ഡിസൈഡ് ടു പ്ലാന്റ് ട്രീസ് ടു സേവ് അവർ പ്ലാനറ്റ് എർത്ത്. നമ്മളെന്താ, ലാർജ് സ്കെയിലായിട്ട് വൃക്ഷങ്ങൾ പ്ലാന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഭൂമിയെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. Then solid waste treatment. Proper methods should be adopted for solid waste disposal. Industrial waste can be treated physically, chemically and biologically until they are less hazardous. Aquatic and alkaline waste should be first neutralized. ഇപ്പം ആൽക്കലൈൻ വേസ്റ്റും അസിഡിക് വേസ്റ്റും ഒക്കെ ആണെങ്കിൽ അതിനെ മറ്റ് കെമിക്കൽസ് ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യണം. If the insoluble material is biodegradable, it should be allowed to degrade under controlled conditions before being disposed. ബയോഡീഗ്രേഡബിൾ ആയിരിക്കുന്ന സോളിഡ് വേസ്റ്റ് ആണ്. ഇൻസോളിബിൾ വേസ്റ്റ് ആണെങ്കിൽ ബയോഡീഗ്രേഡേഷൻ വിധേയമായിട്ട് മാത്രമേ ഡിസ്പോസ് ചെയ്യാവുള്ളൂ. ബറിയിങ് ദി വേസ്റ്റ് ഇൻ ലൊക്കേഷൻ സിറ്റുവേറ്റഡ് അവേ ഫ്രം റെസിഡൻഷ്യൽ ഏരിയാസ് ഈസ് ദി സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ് ടെക്നിക് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു വീഡിയോ എടുക്കുന്നതാണ്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.